ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ബാങ്ക് നിഫ്റ്റി ഓപ്ഷനെ കുറിച്ചുള്ള വീഡിയോ ആണ്. എങ്ങനെയാണ് നമ്മൾ ഇൻട്രാഡേ സ്കാൽപ്പിംഗ് പ്രൈസ് ആക്ഷൻ വെച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് വീഡിയോയിലെ കണ്ടന്റ്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബേസിക്കലി ക്യാൻഡിൽ കോമ്പിനേഷൻ ആണ്, സ്ട്രെങ്ത് വീക്ക്നെസ്സുള്ള കൺസെപ്റ്റ് ആണ്, ലോ പൊളാരിറ്റി എന്നുള്ള ആ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 15 മിനിറ്റ്സ് നമ്മൾ ലോ പീസ് ഓൺ വരച്ചിട്ട് നമ്മൾ 5 മിനിറ്റിലേക്ക് മാറിയ ശേഷമുള്ള കംപ്ലീറ്റ് അനാലിസിസ് നമ്മുടെ ബേസിക്കലി സ്ട്രെങ്ത് വീക്ക്നെസ് അനാലിസിസിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ ഈ പ്രൈസ് ആക്ഷൻ വീഡിയോ താങ്കൾക്ക് ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യാനായിട്ട് സഹായിക്കുവാണെങ്കിൽ ബലാൻ കൂടുതൽ കൺസെപ്റ്റിലാണ് നമ്മൾ വീഡിയോ ചെയ്യിക്കുന്നത്. ചെറിയ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വെള്ളിയാഴ്ചത്തെ ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. 15 മിനിറ്റ്സ് ആണ് ടൈം ഫ്രെയിം എടുത്തിരിക്കുന്നത്. നമ്മൾ പ്രൈസ് ആക്ഷൻ വെച്ച് പ്രൈസ് ആക്ഷനിലെ ചില സ്ട്രെങ്ത് വീക്ക്നെസ് ഉള്ള കൺസെപ്റ്റ് വെച്ച് നമ്മൾ എങ്ങനെയാണ് ഈ ഡെറിവേറ്റീവിനെ നമ്മൾ ട്രേഡ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ 15 മിനിറ്റ് ചാർട്ടാണ്. സോ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇത് വ്യാഴാഴ്ചത്തെ ലാസ്റ്റ് ക്യാൻഡിലാണ്, അതാണ് ഞാൻ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം ഡെയിലി ടൈം ഫ്രെയിം പോയാൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം വ്യൂ എന്താണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിം ഇതാണ്. നമ്മൾ നോക്കേണ്ട വ്യൂ എന്താണ്? ബാങ്ക് നിഫ്റ്റി കണ്ടിന്യൂസ് ആയിട്ട് ബാങ്ക് നിഫ്റ്റി താഴെയാണ് അല്ലേ, നെഗറ്റീവ് ആണെന്ന് പറയാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കിയാൽ ഈ ഒരു ഗ്യാപ്പിന് ദിസ് ഗ്യാപ്പ് ക്യാൻ ആക്ട് എസ് എ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എനിവേ നമുക്ക് 15 മിനിറ്റ്സിലേക്ക് നമുക്കൊന്ന് കിടക്കാം. തലേദിവസത്തെ ലാസ്റ്റ് ക്യാൻഡിൽ, വ്യാഴാഴ്ച ലാസ്റ്റ് ക്യാൻഡിൽ, ഇത് ഫസ്റ്റ് ക്യാൻഡിൽ, ഇത് ഫ്രൈഡേയിലെ ഫസ്റ്റ് ക്യാൻഡിൽ. നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് LOP സോൺസ് ആണ്, ലോ പൊളാരിറ്റി സോൺസ് ആണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. സോ ഇത് പ്രീവിയസ് ബ്രേക്ക്ഔട്ട് സോൺ ആണ്, ദിസ് ഇസ് പ്രീവിയസ് ബ്രേക്ക്ഔട്ട് സോൺ. അതിനുശേഷം വന്ന അടുത്ത ബ്രേക്ക്ഔട്ട് സോൺ ഇതാണ് ശരിക്കും. ദിസ് ക്യാൻ ആക്ട് എ നെക്സ്റ്റ് ബ്രേക്ക്ഔട്ട് സോൺ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബ്രേക്ക്ഔട്ട് സോണാണ്, ഇത് ഇവിടം വരെ വരും, ഈ ബ്രേക്ക്ഔട്ട് സോൺ ഇവിടം വരെ വരും. ഇതൊക്കെ പ്രീവിയസ് ബ്രേക്ക്ഔട്ട് സോൺ താഴെ വരുമ്പോൾ സപ്പോർട്ട് ആവണം, അതിന് താഴെ പോയാൽ റെസിസ്റ്റൻസ് ആണ്. അതാണ് LOP എന്നുള്ള കൺസെപ്റ്റിൻ്റെ ബേസിക്സ്. അതിനുശേഷം ഇവിടെ എന്താ നമ്മൾ കണ്ടത്? ഇവിടെ നമുക്കൊരു ഈ സോണിൽ ഈ ഒരു സോൺ നമുക്കൊരു സപ്പോർട്ട് കാണാൻ സാധിക്കും. ഈ സോണിൽ സപ്പോർട്ടാണ്, അത് തിരിച്ച് ഈ സപ്പോർട്ടിനെ കട്ട് ചെയ്ത് താഴെ പോകുമ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് മാറും. അതാണ് LOP സോൺസിൻ്റെ പ്രത്യേകത. നമ്മൾ 5 മിനിറ്റ്സിലേക്ക് പോവുക. ഇതാണ് 5 മിനിറ്റ്സ് ചാർട്ട്. നമ്മൾ ആദ്യം വരച്ച ഒരു സോണാണിത്. തൽക്കാലം സോൺ നമുക്ക് മാറ്റിയേക്കാം. എനിവേ നമ്മൾ കാണുന്നത് ഓപ്പൺ ചെയ്തത് ഫ്ലാറ്റിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം സ്റ്റോക്ക് ഇൻഡെക്സ് നേരെ താഴത്തേക്ക് പോയി. താഴത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ സപ്പോർട്ട് സോണാണ് നമ്മൾ വരച്ചത് ശരിക്കും. ഈ സപ്പോർട്ട് സോണെ കട്ട് ചെയ്താണ് ഇൻഡെക്സ് താഴെ പോയത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ കിട്ടി ശരിക്കും. ഫസ്റ്റ് സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടി നമുക്ക്. അത് കട്ട് ചെയ്ത് താഴെ പോകുമ്പോൾ ഫസ്റ്റ് സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കണം. സൂപ്പർ വോളിയമാണ്, റെഡ് വോളിയം ടുവേഴ്സ് ഡൗൺ സൈഡ് ഈസ് വെരി സൂപ്പർ. രണ്ടാമത്തെ കാര്യം, ക്യാൻഡിൽ ക്ലോസിംഗ് എന്ന് പറയുന്നത് ടുവേഴ്സ് ദി ലോയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് കാണിക്കുന്ന ഹെവി ബെയറിഷ്നെസ്സിനെ കാണിക്കുന്നത്. അതിനുശേഷം നേരെ താഴെ പോയി ഒരു പ്രീവിയസ് LOP സോണിൽ നിന്ന് സപ്പോർട്ട് എടുക്കാൻ നോക്കിയെങ്കിലും എന്താ സംഭവിച്ചത്? ആ സപ്പോർട്ട് ഈ റെഡ് ക്യാൻഡിലിലെ നിങ്ങൾ നോക്കണം, ഇവിടെ ഇത് ഒരു 5 മിനിറ്റ്സിലെ ഒരു സോണാണ്. ആ സോണിനെ കട്ട് ചെയ്ത് പോകാനായിട്ട് ഗ്രീൻ ക്യാൻഡിലിന് സാധിച്ചില്ല. ഈ ഗ്രീൻ ക്യാൻഡിൽ കാണാൻ സാധിച്ചില്ല. അതിന് പകരം നേരെ വീണ്ടും താഴെ പോകും നമ്മൾ കണ്ടത്. താഴെ പോയ ശേഷം തിരിച്ച് നമുക്ക് ഈ ലെവലിൽ എന്താ സംഭവിച്ചാൽ നേരെ വീണ്ടും ബ്രേക്ക് ഡൗണായി താഴെ പോകും നമ്മൾ കണ്ടത്. നമ്മളെ ഈ ലെവലിൽ നമ്മൾ എൻ്റർ ചെയ്ത് നമ്മൾ ഷോർട്ട് ചെയ്യാൻ നമ്മൾ സ്റ്റിൽ ഈ ലെവലിൽ നമ്മൾ വി ആർ ഹോൾഡിങ് ഇറ്റ് ആക്ച്വലി. ഇനി നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ലെവലിൽ വന്നിട്ട് 2 ക്യാൻഡിൽ നമുക്ക് ലോവർ വീക്ക് ഉണ്ട്. ഈ ക്യാൻഡിൽ ലോവർ വീക്ക് ഉണ്ട് ആൻഡ് അടുത്തുള്ള ഗ്രീൻ ക്യാൻഡിൽ ലോവർ വീക്ക് ഉണ്ട്. സോ വാട്ട് വിൽ ഡു, 2 ലോവർക്ക് ഒരുമിച്ച് വന്നാൽ ഒരു പക്ഷേ സ്റ്റോക്ക് തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും? നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യുക. സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ ലെവലിൽ ഈ സ്റ്റോക്കിൽ നിന്ന് നമ്മൾ താഴെ പോയെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് സംതിങ് അറൗണ്ട് 30 റുപ്പീസ് വയ്ക്കുകയാണെങ്കിൽ ട്രെയിൽ ചെയ്ത് നമുക്കത് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു കോമൺ ലെവലിലേക്ക് സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഇവിടെ ഹിറ്റ് ചെയ്ത് കയറുവാണെങ്കിൽ നമ്മൾ സ്റ്റോക്കിൽ നിന്ന് ഔട്ടാണ്. അതിനുശേഷം എന്താ സംഭവിച്ചത്? 2 ക്യാൻഡിൽ ലോവർ വീക്ക് ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഒന്ന് പുഷ് ചെയ്ത് മുകളിലേക്ക് കയറി. പക്ഷേ പുഷ് ചെയ്ത് മുകളിലേക്ക് കയറിയപ്പോൾ ശ്രദ്ധിക്കണം, പ്രീവിയസ് ഹൈയിലേക്ക് വന്നില്ല. ഇത് രണ്ടുമാണ് പ്രീവിയസ് ഹൈ. ഈ ക്യാൻഡിലും ചേർന്നുള്ള സോണാണ് പ്രീവിയസ് ഹൈ. ഞാൻ വേണ്ട സോണൊന്ന് മാർക്ക് ചെയ്ത് തരാം. ഇതാണ് പ്രീവിയസ് ഹൈയുടെ സോൺ എന്ന് പറയുന്ന സാധനം. പ്രീവിയസ് ഹൈ സോൺ എന്ന് പറയുന്നത് ഇതാണ്. ആ സോണിൻ്റെ പകുതിയിലേക്ക് പോലും വരാൻ ഈ ഒരു ക്യാൻഡിൽ സാധിച്ചില്ല. വീണ്ടും താഴെ പോയി. ശ്രദ്ധിക്കണം, ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് 51,363 ആണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് 51,363 തന്നെയാണ്. ദാറ്റ് മീൻസ് അതിൻ്റെ പേരാണ് ട്യൂസർ ടോപ്പ്. അത് കാണിക്കുന്ന ഹ്യൂജ് ബെയറിഷ്നെസ്സിനെയാണ് കാണിക്കുന്നത്. ഇവിടെ സെയിം തന്നെ സംഭവിച്ചു. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 51,327 ആണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് 51,327 ആണ്. വീണ്ടും ട്യൂസർ ടോപ്പ് വന്നു, വീണ്ടും ഹ്യൂജ് ബെയറിഷ്നെസ്സിനെയാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ടു കം ഡൗൺ. അതാണ് കാണിക്കുന്നത്. സ്റ്റോക്ക് വീണ്ടും താഴത്തേക്ക് വന്നു. താഴത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സ്റ്റോപ്പ് ലോസിന് വീണ്ടും ട്രെയിൽ ചെയ്ത് താഴത്തേക്ക് കൊണ്ടുവരണം. യു ക്യാൻ സ്റ്റിൽ ട്രെയിൽ യുവർ സ്റ്റോപ്പ് ലോസ് ആക്ച്വലി. നിങ്ങൾ ഈ ഭാഗത്ത് വെച്ച് സ്റ്റോപ്പ് ലോസിനെ സപ്പോസ് നിങ്ങൾ
ഇതിൻ്റെ മുകളിലെ സ്റ്റോപ്പ് ലോസ് വെച്ചെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസിന് വീണ്ടും ട്രെയിൽ ചെയ്ത് താഴ്ത്തി കൊണ്ടുവരാൻ സാധിക്കും. ഈ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കാര്യം എന്താ, ഈ ലെവലിൽ 2 ലോവർ വിക്സ് നമ്മൾ കണ്ടു. അത് പ്രീവിയസ് സപ്പോർട്ട് ലെവലാണ്. പ്രീവിയസ് ലെവലാണിത്, ഇവിടെ സപ്പോർട്ട് ലെവലാണ്. അപ്പം ഇവിടെ സപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു സ്ട്രോങ് ക്യാൻഡിൽ ഇടും. ഇതാണ് നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റോപ്പ് നമ്മൾ ഈ ഭാഗത്തേക്കാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി. കാര്യം 2 ക്യാൻഡിൽ കണ്ടുകൊണ്ട് അതിൻ്റെ തൊട്ട് മുകളിലുള്ള സ്ലൈറ്റ് അതിൻ്റെ ഈ റെഡ് ക്യാൻഡിലെ പകുതിയുടെ മേളിൽ കൊണ്ട് വെച്ചാൽ മതി. സാറിന് പകുതി വരെ ഒരു പക്ഷേ പുൾ ബാക്കിന് വരാൻ പറ്റും. തിരിച്ച് താഴെ വന്നു, 2 ക്യാൻഡിൽ വീക്കാണ്. അതിനുശേഷം പുൾ ബാക്ക് വന്നു, പുൾ ബാക്ക് വീണ്ടും വീക്കായി, വീണ്ടും സപ്പോർട്ട് സോണിൽ തന്നെ നിൽക്കുകയാണ്. ശരി, സപ്പോർട്ട് സോണിൽ നിന്നും സ്റ്റോക്ക് നേരെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. സ്റ്റോപ്പ് ലോസ് ഹിറ്റാന്ന് വെച്ചാൽ നമ്മൾ നഷ്ടം വന്നതല്ല, നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ ജേർണി 51,506 സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ ജേർണി നമ്മളിവിടെ കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് വെച്ചാൽ 51,506 to 51,196. ഇവിടെ 51,506 നിന്നും നമ്മളിവിടെ എത്തി 51 ഈ ലെവലിൽ 51,200 റേഞ്ച് ചെയ്ത് കൂട്ടിക്കും. ഇനി എന്താ സംഭവിച്ചത്? സെയിം അതേ ലെവലിൽ ഡബിൾ ടോപ്പ് ഹിറ്റ് ചെയ്തു. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തില്ല 51,314. ഇത് ഓപ്പൺ ചെയ്താൽ 51,351, ഓൾമോസ്റ്റ് സെയിം ലെവലിൽ വീണ്ടും ടീസോ ടോപ്പ്, വീണ്ടും സ്റ്റോക്ക് താഴെ പോയി. വീണ്ടും ടീസോ ടോപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റോക്ക് താഴെ പോയി. ഇഫ് യു വാണ്ട് ടു ടേക്ക് 1 more trade, you can take 1 more trade at this level. ശരിക്കും 1 more trade അവിടെ ലെവലിലെടുത്താൽ സ്റ്റോക്ക് വീണ്ടും ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തു. ഈ ലെവലിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ സ്റ്റോപ്പ് ലോസ് വീണ്ടും ഈ ലെവലിൽ കൊണ്ടുവച്ചു. ഹിറ്റ് ചെയ്യട്ടെ, യു ആർ സ്റ്റിൽ അറ്റ് പ്രോഫിറ്റ്. തിരിച്ച് വീണ്ടും ഹിറ്റ് ചെയ്തു. നിങ്ങൾ ഇവിടെ കയറിയത് നിങ്ങൾ 51,254 ഈ ലെവലിൽ നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോലും 51,203 ആണ്. നമുക്ക് ഒരു പ്രോഫിറ്റ് ഇവിടെ കിട്ടി, ചെറിയ പ്രോഫിറ്റ് ഇവിടെ കിട്ടി. അതിനുശേഷം എന്താ സംഭവിച്ചാൽ സ്റ്റോക്ക് വീണ്ടും പഴയ ലെവലിൽ വന്നിട്ട് എന്താ സംഭവിച്ചാൽ ഈ ക്യാൻഡിൽ ക്ലോസും വന്നിട്ട് 51,296, ഇതിൻ്റെ ഓപ്പണേ 51,298. സെയിം ടീസർ ടോപ്പ്. എത്ര ടീസർ ടോപ്സാണ് വർക്ക് ചെയ്യുന്നത്? ഓരോ ടോപ്പിലും ഫസ്റ്റ് ടോപ്പ് ഇത്, അതിനേക്കാൾ താഴത്തെ ടോപ്പ് ഇത്, അതിനേക്കാളും താഴത്തെ ടോപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റ് അടുത്ത താഴത്തെ ടോപ്പ് എന്നത് ഇതാണ്. ശരി, ഈ ടോപ്പിൽ വീണ്ടും എന്ത് സംഭവിച്ചു? ടീസർ ടോപ്പ് ഡെവലപ്പ് ചെയ്തു. ദാറ്റ് മീൻസ് വീണ്ടും താഴെ പോകണം സ്റ്റോക്ക്. വീണ്ടും താഴെ പോകണമെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? സ്റ്റോക്കിൽ ഈ ലെവലിൽ 1, 2, 3, 4, 5 ക്യാൻഡിൽ സപ്പോർട്ട് എടുത്ത ലെവലിൽ നിന്നും സ്റ്റോക്ക് വീണ്ടും താഴെ പോയി. ഇവിടുന്ന് വീണ്ടും താഴെ പോയി. യു ക്യാൻ സ്റ്റിൽ പ്ലാൻ യുവർ ട്രേഡ്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റിൽ വീണ്ടും പ്ലാൻ ചെയ്യാൻ പറ്റും. തിരിച്ച് വന്നിട്ട് ഹ്യൂജ് ക്യാൻഡിൽ താഴെ പോകുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എടുത്ത് വീണ്ടും നിങ്ങൾക്ക് ഈ ലെവൽ കുറച്ചുകൂടെ സേഫർ ലെവലിൽ ഈ റെഡിൻ്റെ പകുതിയുടെ മേളിൽ ട്രേഡ് ചെയ്യാം. ആർക്കും ട്രേഡ് മേളിൽ ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലോസിംഗ് ബേസിസിലാണ്. ഇവിടെ നിന്നും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല, നേരെ സ്റ്റോക്ക് താഴെ പോയി. വളരെ സിമ്പിൾ നമ്മളിവിടെ പ്രൈസ് ആക്ഷൻ മാത്രമാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. പ്രൈസ് ആക്ഷനിൽ ക്യാൻഡിൽ കോമ്പിനേഷൻ ടീസർ ടോപ്പും അതുപോലെ തന്നെ LOP സോൺസുമാണ് നമ്മളിവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു.